ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് മുതൽ ഇനി പുതിയൊരു സംഭവം തുടങ്ങാൻ പോവാണ്. അതായത് നമ്മുടെ ഈ ഫുട്ബോൾ സ്ക്വാഡ് ബിൽഡിങ്. നമ്മുടെ സ്ക്വാഡ് ഞാൻ കാണിച്ചു തരാം. ഇതിന് മുന്നേ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പം അതേ സ്ക്വാഡ് തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്ക്വാഡ്. ഇതിനകത്ത് ബോച്ചർക്കിച്ചുണ്ട്, ഉണ്ട്, ലയണൽ മെസ്സി, സ്കാബി അലോൺസോ, മെക്കാലിസ്റ്റർ, ബിങ്കോയിസൻ, മാർക്കിന്യൂസ്, പിന്നെ അലക്സാണ്ടർ അർണോൾഡ്, ഒലിവർ ഖാൻ, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെയാണ് കുറച്ച് നമ്മുടെ സ്ക്വാഡപ്പ് കാണിച്ചു തരാം. സ്ക്വാഡപ്പ് നല്ല സ്ക്വാഡപ്പ് ഉണ്ട്. എനിക്ക് നല്ല സ്ക്വാഡപ്പ് ഉണ്ട്. സഞ്ജയുണ്ട്. ഈ ഒരു ടെലിക്കിന്ന് അടുത്താണ് പ്ലേയേഴ്സാണ് നമുക്കുള്ളത്. ഒരു സംഭവം കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഇതപ്പം നമ്മൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പം നമ്മുടെ ഈ സ്ക്വാഡ് ബിൽഡിങ്ങിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാസിറ്റൂട്ട, ഗബ്രിയൽ ബാസിറ്റൂട്ട, ഫിനോമിനൽ ഫിനിഷിംഗ് പ്ലസ് പ്രൊമിസിംഗ്. ഇത് ലാഭമാണോ അല്ലെങ്കിൽ let me know in the comments guys. Let me know in the comments. നമുക്ക് 500 കോയിൻ ഉണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഏതാണ്ട് അറൗണ്ട് 110 കോയിൻസ് ഉള്ളു. ബട്ട് പിന്നെ അത്രയൊക്കെയാണ് ഉള്ളത്. ഇത് നമുക്ക് ഈ എൻ്റെ കയ്യിൽ ഇപ്പോൾ രാമിഞ്ഞമാലുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു രാമിഞ്ഞമാലിനെ എടുക്കണം എന്നുണ്ട് ഗൈസ്. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് രാമിഞ്ഞമാലിനെ എടുക്കണോ വേണ്ടയോ എന്ന് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 100 കോയിനും കൂടി പൊട്ടിക്കുക, പിന്നെ ഫ്രീ ട്രെയിൻ കറക്കുക. പിന്നെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് അതെല്ലാം ഞാൻ കളിച്ചിട്ട് ഒരു പാക്ക് ഓപ്പണിംഗ് ഗെയിമായിട്ട് ഞാൻ ഇട്ടേക്കാം. ഗൈസ്, ബൈ ദ വേ നമുക്കൊരു ചുമയാണ് ക്ഷമിക്കണം. അപ്പം നമുക്ക് റാഫേൽ ലേവയുടെ ഒരു കാർഡുണ്ട്, ഡൊമിനിക് സൊബോസ്ലയുടെ ഒരു കാർഡുണ്ട്, റൊണാൾഡോ റോഫോയുടെ ഒരു കാർഡുണ്ട്. പിന്നെ രണ്ടുപേരെയാണ് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം അതിനകത്ത് ആരെയാണ് സെലക്ഷൻ കോൺട്രാക്റ്റ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ പറയുക ഗൈസ്. നിങ്ങൾ പറയുക. let me know in the comment also that also let me know in the comments guys. ആരെയാണ് എടുക്കേണ്ടതെന്ന് പറയുക. അപ്പം പിന്നെ നമുക്ക് അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എന്നാലും നമ്മളിത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടേ ചെയ്യുന്നുള്ളൂ ഗൈസ്. ഒരു 3 മിനിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പം ഈ ബാക്ക് നമ്മൾ കറക്കണോ വേണ്ടയോ? ഇത് ഞാൻ കറക്കണില്ല ഗൈസ്. കോയിൻ സേവ് ചെയ്യണം. ഞാൻ 200 കോയിനാണെങ്കിൽ ആ പ്ലെയർ ഓഫ് ദി വീക്ക് എനിക്ക് 200 കോയിൻ ഉണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ പൊട്ടിച്ചു. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കളിച്ച് തീർത്തിട്ട് പിന്നെ ബൈ ദ വേ നമ്മുടെ ഡിവിഷൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കറൻ്റ്ലി EVP കാറ്റഗറിയിൽ
നമ്മളിപ്പം ഡിവിഷൻ 5 ആണ്. അതെന്തായാലും ഒരു ഡിവിഷൻ 3 ഒക്കെ എത്തിയിട്ട് ഞാനാണെങ്കിൽ നിങ്ങളോട് പറയാം. ഡിവിഷൻ 3 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ മാച്ചസ് കാണിച്ച് വെറുതെ കൂടുതൽ വീഡിയോസ് ഇങ്ങനെ ഭയങ്കര ലെങ്ത് ആക്കുന്നില്ല ഗൈസ്. ഞാൻ മാച്ചസ് ഒന്നും കാണിക്കുന്നില്ല. ജയിച്ചോ തോറ്റോ ആരെയാണ് കിട്ടിയത് ആ ടീം അത്രയും കാണിച്ചാൽ മതി ഗൈസ്. എൻ്റെ ഒരു ഒപ്പീനിയന് വേണമെങ്കിൽ ഗോൾ സ്കോർ ചെയ്തത് വേണമെങ്കിൽ കാണിക്കാം. അത്രയും കാണിച്ചാൽ മതി. വെറുതെ വീഡിയോസ് ലെങ്ത് ആക്കണ്ട ഗൈസ്. അതിൽ ഫ്രീ കിക്കോ വല്ലതും കിട്ടുമോ, ഫ്രീ കിക്ക് പെനാൾട്ടി അങ്ങനെയെല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് ഇനിയിപ്പം വേറെ ഏതാ ഉള്ള വേറൊന്നും ഇല്ല അങ്ങനെ. പിന്നെ അപ്പം പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇത് ഗൈസ്, നമ്മുടെ ഈ മിഷൻസിനകത്ത് നമ്മൾ പോയിട്ട് ഇതിനകത്ത് 450 കോയിൻ എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പം 450 കോയിൻ റിമൈനിങ് 4 പ്രൈസ് എന്നാണ് കിട്ടുന്നത്. 4x50 എന്ന് പറയുമ്പോഴത്തേക്കും 4x50 20 200 കോയിൻ ഇതിനകത്തു നിന്ന് കിട്ടും. മൊത്തം 300 കോയിനാവും. പിന്നെ നമുക്ക് ഗൈസ് എടുക്കണമെന്നുണ്ട്. ഡിവിഷൻ 1 അറിയത്തില്ല, ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്. എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ വൈദ്യുതി എൻ്റെ എക്സാമാണ് ഗൈസ്. അപ്പോൾ എക്സാം ആയതുകൊണ്ട് എനിക്ക് സമയം കിട്ടുമെന്നും തോന്നുന്നില്ല ഗൈസ്. എനിക്ക് സമയം കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. സമയം കിട്ടുന്ന നേരത്തൊക്കെ ഞാൻ കളിച്ച് തീർക്കാം ഇതൊക്കെ കേട്ടോ. അപ്പം ബൈ ബൈ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോ ഇട്ടത്. പിന്നെ എക്സാമിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇത് ചെയ്യാം ഗൈസ്. അപ്പം ബൈ ബൈ ഗൈസ്. അപ്പം വീഡിയോയിൽ കമൻറ്റിൽ പറഞ്ഞതൊക്കെ മറക്കാതെ കമൻറ്റിൽ പറഞ്ഞോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബൈ ബൈ, പീസ് ഔട്ട്.